നമസ്കാരം. കേരളത്തിന്റെ വികസന മുന്നേറ്റത്തിന്റെ നേർക്കാഴ്ചയായി രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കാസർഗോഡ് ജില്ലയിൽ സംഘടിപ്പിച്ച എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ജനപങ്കാളിത്തം കൊണ്ടും സേവനങ്ങളുടെ മികവ് കൊണ്ടും ശ്രദ്ധേയമായി. ഏപ്രിൽ 21 മുതൽ 27 വരെ പീലിക്കോട് കാലിക്കടവ് മൈതാനത്ത് നടന്ന മേള സർക്കാരിന്റെ നേട്ടങ്ങളും ജനക്ഷേമ പദ്ധതികളും പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വലിയ വേദിയായി മാറി. വികസനത്തിൽ നാഴികക്കല്ലായി മാറിയ രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് മഹാസമ്മേളനം സംഘടിപ്പിച്ചത്. പൊതുവിദ്യാഭ്യാസം, ആരോഗ്യം, അടിസ്ഥാന സൗകര്യ വികസനങ്ങളിൽ സമഗ്ര മാറ്റമാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളം നേടിയതെന്നും ഈ മാറ്റം LDF സർക്കാർ ഭരണത്തിൽ വന്നതുകൊണ്ട് മാത്രം നടപ്പിലായതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോവിഡിന് മുന്നിൽ കേരളത്തിന് മുട്ടുമടക്കേണ്ട അവസ്ഥയുണ്ടായില്ല. സാധ്യമാകില്ല എന്ന് കരുതിയ ദേശീയപാത വികസനവും ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയും കൊച്ചി ഇടമൺ വൈദ്യുതി പദ്ധതിയും വിജയകരമായി പൂർത്തിയാക്കുകയാണ്. ടൂറിസം മേഖലയിലും വൻ വളർച്ച ഉണ്ടാക്കാൻ സാധിച്ചെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര സർക്കാരിനെയും പ്രതിപക്ഷത്തെയും വിമർശിച്ചും കേരളത്തിന്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുമായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം. രാജ്യത്തിന്റെ പൊതുവായ കാര്യങ്ങളിൽ നല്ല നിലയിൽ ഇടപെടുന്ന ഒരു സംസ്ഥാനം തന്നെയാണ് കേരളം. കേരളത്തെ സാധാരണ നിലക്ക് എഴുതി തള്ളേണ്ട ഒരു സംസ്ഥാനത്തിന്റെ പട്ടികയിലല്ല പെടുത്തേണ്ടത്. പക്ഷേ നമുക്കാവശ്യമായ സഹായം നൽകാൻ അറച്ചു നിൽക്കുന്ന അവസ്ഥയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. LDF ഭരണത്തിൽ കേരളത്തിൽ വിവിധ മേഖലകളിൽ നടപ്പിലാക്കിയ മാതൃകാപരമായ വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് റാലി സംഘടിപ്പിക്കുന്നത്. കേന്ദ്ര BJP സർക്കാർ കേരളത്തോട് സ്വീകരിക്കുന്ന രാഷ്ട്രീയ പ്രതികാരപരമായ കടുത്ത അവഗണനകൾക്കിടയിലും അതേ കേന്ദ്ര സർക്കാർ സംവിധാനമായ നീതി ആയോഗിന്റെ നിരവധി പുരസ്കാരങ്ങൾ, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ നേട്ടങ്ങൾ, ക്രമസമാധാന പാലന മികവ്, ദുർബല വിഭാഗങ്ങൾക്കുള്ള പാർപ്പിട നിർമ്മാണം, മത്സ്യമേഖലയിലെ ഇടപാടുകൾ, ശുചിത്വ പദ്ധതികൾ, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം തുടങ്ങി വിവിധ മേഖലകളിൽ നേട്ടം കൊയ്യാൻ കേരളത്തിന് കഴിഞ്ഞെന്ന് സമ്മേളനത്തിൽ LDF നേതാക്കൾ പറഞ്ഞു. സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു. കേരളം കൈവരിച്ച വികസന നേട്ടങ്ങൾ, പ്രത്യേകിച്ച് ദേശീയപാത വികസനം പോലുള്ള അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ എടുത്തുപറഞ്ഞ മുഖ്യമന്ത്രി പ്രതിസന്ധികളെ അതിജീവിച്ച് സംസ്ഥാനം മുന്നോട്ട് കുതിക്കുകയാണെന്ന് ഓർമ്മിപ്പിച്ചു. കേന്ദ്ര സർക്കാർ നിഷേധ നിലപാട് സ്വീകരിച്ചിട്ടും കേരളം പുറകോട്ടു പോയില്ല. തകരട്ടെ എന്നാഗ്രഹിച്ചെങ്കിലും വിവിധ കാര്യങ്ങളിൽ ഇതാ രാജ്യത്തിന്റെ മുന്നിൽ നമ്പർ 1 എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന് കേന്ദ്ര ഗവൺമെന്റിന്റേതായ അവാർഡുകൾ ഒന്നിനു പുറകെ ഒന്നായി കേന്ദ്രത്തിന് തന്നെ നൽകേണ്ടി വന്നു. ഉദ്ഘാടനത്തിന് ശേഷം മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും വിശിഷ്ടാതിഥികളും വിവിധ സ്റ്റാളുകൾ സന്ദർശിച്ചു. വിവിധ സർക്കാർ വകുപ്പുകളുടെ പ്രവർത്തനങ്ങളും സേവനങ്ങളും നേരിട്ടറിയാനും പ്രയോജനപ്പെടുത്താനും മേള അവസരമൊരുക്കി. കാസർഗോഡിന്റെ മുഖച്ഛായ മാറ്റുന്ന അഭിമാന പദ്ധതികളുമായി പൊതുമരാമത്ത് വകുപ്പിന്റെ സ്റ്റാൾ ശ്രദ്ധേയമായി. ജില്ലയുടെ പ്രധാന പാതകളായ മലയോര ഹൈവേ 90% പൂർത്തിയായി കഴിഞ്ഞു. 160 കോടി രൂപ മുതൽ മുടക്കിൽ നിർമ്മിച്ച ഈ പാത കാർഷിക മേഖലയ്ക്ക് വലിയ മുതൽക്കൂട്ടാണ്. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് 730 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് പൊതുമരാമത്ത് വകുപ്പ് നടപ്പാക്കിയത്. ദേശീയപാത 66ന്റെ തലപ്പാടി ചെങ്കള റീച്ച് ഉടൻ തുറക്കുന്നതോടെ ഗതാഗത കുരുക്കിന് വലിയൊരളവിൽ പരിഹാരമാകും. അതോടൊപ്പം തീരദേശ ഹൈവേയുടെ സ്ഥലം ഏറ്റെടുപ്പും പുരോഗമിക്കുന്നു. ബോവിക്കാനം കാനത്തൂർ റോഡ്, കയ്യൂർ ചെമ്പ്രക്കാനം റോഡ്, ബതയെടുക്ക എത്തെടുക്ക സുള്ളിയപദവ് റോഡ്, തെക്കിൽ ആലടി റോഡ് തുടങ്ങിയ പൂർത്തീകരിച്ച നിരവധി പദ്ധതികളും വകുപ്പിന്റെ നേട്ടങ്ങളാണ്. ടൂറിസത്തിനും പരിസ്ഥിതി സൗഹൃദ വികസനത്തിനും ഊന്നൽ നൽകിയാണ് വകുപ്പ് പ്രവർത്തിക്കുന്നത്. ജില്ലയുടെ 3 പ്രധാന പാതകൾ നാടിന്റെ മുഖച്ഛായ തന്നെ മാറ്റിയിരിക്കുകയാണ്. മലയോര മേഖലയുടെ സമസ്ത വികസനത്തിന് മുതൽക്കൂട്ടായ മലയോര ഹൈവേ വനഭൂമി ഒഴികെയുള്ള ഭാഗം 90% പൂർത്തീകരിച്ചു. 160 കോടി രൂപയാണ് ഇതിനായി വിനിയോഗിച്ചത്. പാത യാഥാർത്ഥ്യമായതോടെ കാർഷിക മേഖലയിലും വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചു. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് 730 കോടി രൂപയുടെ പ്രവൃത്തിയാണ് പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ നടപ്പിലാക്കിയത്.
ദേശീയപാത 66 ആദ്യ റീച്ച് തലപ്പാടി മുതൽ ചെങ്കള വരെ ഈ മാസം അവസാനത്തോടെ തുറന്നു നൽകുന്നതോടെ ജില്ലയിലെ ഗതാഗത പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. ജില്ലയിലെ മറ്റ് റീച്ചുകളിലെയും നിർമ്മാണം അതിവേഗത്തിൽ പുരോഗമിക്കുകയാണ്. തീരദേശ ഹൈവേയുടെ സ്ഥലമേറ്റെടുക്കുന്ന പ്രവൃത്തികളും പുരോഗമിച്ചു വരികയാണ്. കഴിഞ്ഞ 10 വർഷത്തിൽ പശ്ചാത്തല വികസനത്തിൽ മുതൽക്കൂട്ടായ ബോവികാനം കാനത്തൂർ റോഡ്, കയ്യൂർ ചെമ്പ്രക്കാനം റോഡ്, ബദിയടുക്ക എത്തടുക്ക സുള്ളിയപ്പദവ് റോഡ്, തെക്കിൽ ആലിട്ടി റോഡ്, കിളിയളം വരഞ്ഞൂർ റോഡ്, കിളിയളം പാലം, പുളിക്കൽ പാലം എന്നിവ പൂർണ്ണമായും പൂർത്തീകരിച്ച പ്രവർത്തികളാണ്. ടൂറിസത്തിനും പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും ഊന്നൽ നൽകി മാതൃകാപരമായ പശ്ചാത്തല വികസനമാണ് വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നത്. ലഹരിമുക്ത നവകേരളം എന്ന ലക്ഷ്യത്തോടെ എക്സൈസ് വകുപ്പ് ഒരുക്കിയ സ്റ്റാളും ശ്രദ്ധ പിടിച്ചുപറ്റി. ലഹരി ഉപയോഗത്തിന്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ചിത്രങ്ങളിലൂടെയും നിർമ്മിതികളിലൂടെയും ബോധവൽക്കരണം നൽകി. വിദ്യാർത്ഥികൾക്കായി കരിയർ കൗൺസിലിംഗ് സൗകര്യവും ഇവിടെ ഉണ്ടായിരുന്നു. ലഹരിയെക്കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറാനും അവസരമുണ്ടായിരുന്നു. കാസർഗോഡ് കാലിക്കടവിൽ എന്റെ കേരളം പ്രദർശന വിപണനമേളയിലാണ് ലഹരിമുക്ത നവകേരളം സൃഷ്ടിക്കുക എന്ന സന്ദേശമുയർത്തി എക്സൈസ് ബോധവൽക്കരണം നടത്തുന്നത്. മനുഷ്യന്റെ ജീവനെയും സ്വത്തിനെയും സമൂഹത്തെയും കാർന്നു തിന്നുന്ന മഹാവിപത്താണ് ലഹരി ഉപയോഗമെന്ന് ചിത്രങ്ങളിലൂടെയും മറ്റ് നിർമ്മിതികളിലൂടെയും പറഞ്ഞുവെക്കുകയാണ് എക്സൈസ് വകുപ്പ്. വിദ്യാർത്ഥികളുടെ കരിയർ അഭിരുചി കണ്ടെത്തുന്നതിനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിനും കൗൺസിലിംഗും എക്സൈസ് നൽകി വരുന്നു. പ്രധാനമായിട്ടും ലഹരി വർജന മിഷന്റെ പ്രവർത്തനങ്ങൾ, വിമുക്തിയുടെ പ്രവർത്തനങ്ങളാണ് ഈ സ്റ്റാളിലൂടെ നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഈ സ്റ്റാളിനോടനുബന്ധിച്ചിട്ട് നമ്മൾക്ക് കുട്ടികളിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രൈമറി കൗൺസിലിംഗ് സെന്ററും കൂടെ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അഡോളസെന്റ് കൗൺസിലേഴ്സ് 2 പേരുണ്ട് ഇവിടെ. അതുപോലെ ഇന്ന് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ ഒരു സേവനവും ഇവിടെ ഇന്ന് ലഭ്യമാണ്. അപ്പോൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ സേവനം എന്ന് പറയുന്നത് ഇന്റലിജൻസ് ടെസ്റ്റ്, IQ ടെസ്റ്റ്, അതുപോലെ തന്നെ അഭിരുചി ടെസ്റ്റ് ഇതൊക്കെ നടത്തി കുട്ടികളുടെ വേണ്ട ഗൈഡൻസ് നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇതിനോടകം നിരവധി പേരാണ് സ്റ്റാൾ സന്ദർശിച്ച് കൗൺസിലിംഗ് പ്രയോജനപ്പെടുത്തിയത്. ലഹരി ഉപയോഗത്തെക്കുറിച്ച് എക്സൈസിന് വിവരം നൽകാനും ഇവിടെ അവസരമുണ്ട്. പൊതുജനങ്ങളുടെ കൃത്യമായ ജാഗ്രതയും സഹകരണവും കൊണ്ട് മാത്രമേ ലഹരി ഉപയോഗത്തെ പൂർണ്ണമായി ഇല്ലാതാക്കാനാകൂ എന്നും എക്സൈസ് പറയുന്നു. കുട്ടികൾക്കായി ഒരുക്കിയ കളിക്കൂടാരം മേളയിലെ പ്രധാന ആകർഷണങ്ങളിലൊന്നായി. കേരളത്തിലെ സ്മാർട്ട് അംഗനവാടികളുടെ മാതൃകയും ഇവിടെ ഒരുക്കിയിരുന്നു. അംഗനവാടികൾ ആരംഭിച്ചതിന്റെ 50ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ വനിതകൾക്കും കുട്ടികൾക്കുമുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ, നിയമസഹായം, കൗൺസിലിംഗ് എന്നിവ വകുപ്പ് ഏകോപിപ്പിച്ചു. സമീകൃത ആഹാരത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന പ്രദർശനവും ശ്രദ്ധേയമായി. കേരളത്തിൽ അങ്കണവാടികൾ തുടങ്ങിയതിന്റെ 50ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കുട്ടികൾക്കുള്ള വിവിധ സേവനങ്ങളും ഉല്ലാസോപാധികളുമാണ് ഒരുക്കിയിട്ടുള്ളത്. കേരളത്തിലെ സ്മാർട്ട് അങ്കണവാടികളുടെ മാതൃകയിലുള്ള പവലിയനാണ് കുട്ടികളുടെ പ്രധാന ആകർഷണ കേന്ദ്രം. മാതൃകാ പ്രവർത്തനങ്ങളിലൂടെ ശിശുവനിതാ സൗഹൃദമായ അന്തരീക്ഷം ജില്ലയിൽ കൊണ്ടുവരാൻ സാധിച്ചതിന്റെ അഭിമാനത്തിലാണ് ഉദ്യോഗസ്ഥർ. വനിതകൾക്കായുള്ള വിവിധ ക്ഷേമ പ്രവർത്തനങ്ങളും നിയമസഹായങ്ങളും കൗൺസിലിംഗും സെന്ററിൽ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ സ്ത്രീകൾക്കായിട്ട് സാമ്പത്തിക സഹായം ഉൾപ്പെടെ വിവിധ സ്കീമുകൾ നടപ്പിലാക്കി വരുന്നു. സഹായഹസ്തം, ആരോഗ്യമില്ലാത്ത വനിതകൾക്ക്, വിധവകളായിട്ടുള്ള വനിതകൾക്ക് നമ്മൾ അത്യാവശ്യം ഒറ്റത്തവണ സഹായം 30,000 രൂപ വരെ നമ്മൾ കൊടുക്കും. അവർക്ക് അതുകൊണ്ട് അത്യാവശ്യം ഒരു ചെറിയ സംരംഭം തുടങ്ങാനുള്ള അവസരം അത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പടവുകൾ, ഉന്നത വിദ്യാഭ്യാസ സഹായം, ആശ്വാസ നിധി, നമ്മൾ അതിജീവിതകളായ സ്ത്രീകളും പെൺകുട്ടികളും അവർക്ക് ഉള്ള സാമ്പത്തിക സഹായം, അങ്ങനെ നൂതനങ്ങളായ ഒരുപാട് പദ്ധതികൾ നമ്മൾ വനിതാ ശിശു വികസന വകുപ്പിലൂടെ നടത്തി വരുന്നു. മാനസിക ഉല്ലാസത്തിനൊപ്പം ശാരീരികാരോഗ്യത്തിനും പ്രാധാന്യം നൽകിയാണ് വകുപ്പിന്റെ പ്രവർത്തനം. പോഷകാഹാരത്തിന്റെയും സമീകൃതാഹാരത്തിന്റെയും പ്രാധാന്യം രക്ഷിതാക്കളിലും കുട്ടികളിലും എത്തിക്കുകയാണ് ലക്ഷ്യം. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കായി കാസർഗോഡ് സോഷ്യൽ പോലീസ് ഡിവിഷന്റെ നേതൃത്വത്തിൽ നൽകുന്ന സ്വയം രക്ഷാ പരിശീലനത്തെക്കുറിച്ചുള്ള വിവരങ്ങളും ലഭ്യമായിരുന്നു. അപ്രതീക്ഷിത ആക്രമണങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. അപ്രതീക്ഷിത ആക്രമണങ്ങളിൽ പലപ്പോഴും പതറുകയും അക്രമിക്ക് കീഴ്പ്പെടാറുമാണ് പതിവ്.
പക്ഷേ സ്വയം രക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം നമ്മളുടെ പക്കൽ തന്നെ ഉണ്ടെന്നാണ് കാസർകോട്ടെ ഈ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അക്രമി എത്ര ബലവാനുമായിക്കോട്ടെ, ശക്തവും ചടുലവുമായ നീക്കത്തിലൂടെ അവരെ നിഷ്പ്രയാസം കീഴ്പ്പെടുത്താനാകും. പ്രായഭേദമന്യേ ചെറിയ ശക്തി ഉപയോഗിച്ച് ചെറിയ സമയത്തിൽ രക്ഷപ്പെടാനുള്ള മാർഗങ്ങളാണ് ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. നിർഭയ സംഭവത്തിന് ശേഷമാണ് 2015 മുതൽ കാസർഗോഡ് ജില്ലയിൽ പരിശീലന പരിപാടി ആരംഭിച്ചത്. ഇതിനോടകം നിരവധി പേരാണ് പരിശീലനം പൂർത്തിയാക്കി ആത്മവിശ്വാസത്തോടെ മടങ്ങിയത്. എന്റെ കേരളം വ്യാപാര വിപണന പ്രദർശനത്തിലെ വനിതാ പോലീസിന്റെ പ്രദർശനശാലയിൽ വലിപ്പച്ചെറുപ്പമില്ലാതെ നിരവധി പേരാണ് പരിശീലനം പ്രയോജനപ്പെടുത്തുന്നത്. ബൈക്കിലെത്തി മാല പൊട്ടിക്കുമ്പോഴും തനിച്ചു നടക്കുമ്പോൾ നേരിടുന്ന അപായ ശ്രമങ്ങളും യാത്രക്കിടയിലും മറ്റുമുണ്ടാകുന്ന ലൈംഗികാതിക്രമങ്ങളും ചെറുക്കാൻ വിജയകരമായ പ്രതിരോധ മാർഗങ്ങളാണ് ഇവിടെ പരിശീലിപ്പിക്കുന്നത്. നമ്മൾ കണ്ടതും കേട്ടതും മാത്രമല്ല, ഫയർഫോഴ്സ് എന്ന് ഓർമ്മിപ്പിക്കുന്നതായിരുന്നു അവരുടെ സ്റ്റാൾ. പ്രകൃതി ദുരന്ത മുഖങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന ബർമ ബ്രിഡ്ജിന്റെ മാതൃക ജനങ്ങൾക്ക് പുതിയ അനുഭവമായി. വയനാട്ടിലെ രക്ഷാപ്രവർത്തന രീതികളാണ് ഇവിടെ പ്രധാനമായും പരിചയപ്പെടുത്തിയത്. സ്കൂബ ഡൈവിംഗ് സെറ്റ്, മുങ്ങൽ വിദഗ്ധർ ഉപയോഗിക്കുന്ന ആശയവിനിമയ സംവിധാനം, അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ ഉയർത്താനുള്ള ന്യൂമാറ്റിക് ബാഗ് തുടങ്ങിയ ഉപകരണങ്ങളും പ്രദർശിപ്പിച്ചു. അടിയന്തര സാഹചര്യങ്ങളിൽ ഭയപ്പെടാതെ സേവനം തേടാൻ ജനങ്ങളെ പ്രാപ്തരാക്കുകയായിരുന്നു ലക്ഷ്യം. കണ്ടതും കേട്ടതും മാത്രമല്ല കേരള ഫയർഫോഴ്സ്. കൂടുതൽ അറിയും തോറും കൂടുതൽ അടുപ്പം തോന്നും. കേരളം ദുരന്തമുഖങ്ങളെ അഭിമുഖീകരിച്ചപ്പോൾ ഫയർഫോഴ്സിന്റെ പങ്ക് ചെറുതൊന്നുമല്ല നാടിനെ തുണച്ചത്. വയനാട്ടിലെ രക്ഷാപ്രവർത്തന രീതിയാണ് പ്രധാനമായും പ്രദർശന വിപണന മേളയിൽ പരിചയപ്പെടുത്തിയത്. ആശങ്കപ്പെടാതെ ഫയർഫോഴ്സിന്റെ സേവനം ലഭ്യമാക്കുന്നതിന് പൊതുജനങ്ങളെ പ്രാപ്തരാക്കുകയാണ് പരിശീലന പരിപാടിയുടെ ലക്ഷ്യം. അപകടങ്ങൾ, ഉരുൾപൊട്ടൽ, വെള്ളപ്പൊക്കം, മറ്റു പ്രകൃതിക്ഷോഭങ്ങൾ തുടങ്ങിയ സാഹചര്യങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന ബർമ ബ്രിഡ്ജ് കൗതുകത്തോടെയാണ് ജനങ്ങൾ കാണാനെത്തുന്നത്. ആദ്യം ശങ്കിച്ചു നിൽക്കുന്നവർ പിന്നീട് ആവേശത്തോടെയാണ് പാലത്തിൽ കയറുന്നത്. അഥവാ ഇതൊരു റോപ്പ് പാലമാണ്, കയറ് പാലമാണ്. നമ്മളിപ്പോൾ ഒരു റിയൽ സംഭവം നടക്കുമ്പോൾ നമ്മൾ ഇത് കെട്ടിക്കഴിഞ്ഞാൽ പലപ്പോഴും പലരും പേടിച്ചിട്ട് ചിലപ്പോൾ ഇതൊന്ന് റോപ്പ് ഇതിൽ കയറിയാൽ സേഫ് ആണോ അല്ലയോ എന്നൊരു സംശയം കാരണം പലരും ഇതിൽ കയറാൻ മടിക്കും. എന്നാൽ ഇവിടെ ഇപ്പോൾ ഇത് കെട്ടിയതിന് ശേഷം ഒരുപാട് കുട്ടികൾ മാത്രമല്ല മുതിർന്ന ആൾക്കാർ ഇതിൽ കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇതൊരു ഫെമിലിയറൈസ് ആവും. ഇത് സിമ്പിളാണ്, ഇതിൽ കയറി പോകാൻ എളുപ്പമാണ്. ഇനി ഒരു അപകടം പറ്റിയ സ്ഥലത്ത് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഇതുപോലെ ഒരു പാലം, ഒരു ബർമ ബ്രിഡ്ജ് അഥവാ ഒരു താൽക്കാലിക കയർ പാലം കെട്ടിയാൽ അതിലൂടെ സേഫായിട്ട് പോകാം, ഇത് വിശ്വസിക്കാം. സ്കൂബ ഡൈവിംഗ്, മുങ്ങൽ വിദഗ്ധർ ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന സംവിധാനം, അപകടത്തിൽപ്പെട്ട വണ്ടികളെ ഉയർത്താൻ ഉപയോഗിക്കുന്ന ഈ ന്യൂമാറ്റിക് ബാഗ്, അടിയന്തര സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്ന അസ്ക തുടങ്ങി ഫയർഫോഴ്സ് ഉപകരണങ്ങളും സന്ദർശകർക്കായി പരിചയപ്പെടുത്തുന്നു. പൊതുജനങ്ങളിൽ നിന്നും മികച്ച പിന്തുണയാണ് സ്റ്റാളിന് ലഭിക്കുന്നത്. അടിയന്തര സാഹചര്യങ്ങളിൽ ധൈര്യപൂർവ്വം പെരുമാറുകയാണ് വേണ്ടതെന്നും രക്ഷാപ്രവർത്തകർക്ക് മികച്ച പിന്തുണയാണ് നൽകേണ്ടതെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. തടവുകാരുടെ നവീകരണവും പുനരധിവാസവും ലക്ഷ്യമിട്ട് ജയിൽ വകുപ്പ് ഒരുക്കിയ സ്റ്റാളിൽ ആകർഷകമായ ഉൽപ്പന്നങ്ങൾ നിരന്നു. തടവുകാർ നിർമ്മിച്ച കരകൗശല വസ്തുക്കൾ, പരിസ്ഥിതി സൗഹൃദ വിത്ത് പേനകൾ, വർണ്ണാഭമായ കുടകൾ, നെറ്റിപ്പട്ടത്തിന്റെ ചെറിയ രൂപങ്ങൾ എന്നിവയ്ക്ക് ആവശ്യക്കാരേറിയിരുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിന്റെയും സെല്ലിന്റെയും മാതൃകകളും ശ്രദ്ധേയമായി. തടവുകാർക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ നൽകുക എന്നതാണ് പ്രദർശനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വിപണി പ്രവേശനം സുഗമമാക്കുന്നതിനും സമൂഹത്തിന് ക്രിയാത്മകമായി സംഭാവന നൽകാൻ അവരെ പ്രാപ്തരാക്കുന്നതിനുമാണ് കർമ്മപദ്ധതി. ആകർഷണീയവും ഗുണമേന്മയുള്ളതും ലാഭകരവുമായ കുടകൾ, പേപ്പർ പേനകൾ, ആനയുടെ നെറ്റിപ്പട്ടം തുടങ്ങിയ വിവിധ വസ്തുക്കളുടെ വ്യാപാര വിപണന പ്രദർശനമാണ് ജയിൽ വകുപ്പ് ഒരുക്കിയിരിക്കുന്നത്. സ്റ്റാളിന് മികച്ച പിന്തുണയാണ് ലഭിക്കുന്നത്. നല്ല അഭിപ്രായം പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാല് എല്ലാം വില കുറവുള്ള സാധനമായോണ്ട്, ഉൽപ്പന്നങ്ങളായോണ്ട് എല്ലാരും ഒരുപാട് കുറേ സാധനം വിറ്റ് സെയിലായിട്ടുണ്ട്. ജയിലിലെ അന്തേവാസികൾ കലാകാരന്മാരാണോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് പ്രദർശനത്തിനായി ഒരുക്കിയിട്ടുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിന്റെയും സെല്ലിന്റെയും മാതൃകകൾ.
പരിസ്ഥിതി സൗഹൃദ കരകൗശല വസ്തുക്കളും ജയിൽ വകുപ്പിന്റെ വിത്ത് പേനയ്ക്കും നെറ്റിപ്പട്ടത്തിനുമാണ് ആവശ്യക്കാർ ഏറെയെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. എല്ലാവരും ഇവിടെ വന്നത് നല്ലൊരു പ്രതികരണമാണ്. ഈ കാര്യങ്ങളൊക്കെ പ്രോഡക്ട്സ് ഒക്കെ പെട്ടെന്ന് സെയിലാകും. പ്രത്യേക കുട, പിന്നെ ഈ നെറ്റിപ്പട്ടം, അതേപോലെ പേന, പേപ്പർ പേന, അത് വിത്ത് പേനയാണ്. മഷി തീർന്നാൽ അലസമായി വലിച്ചെറിയുന്ന പേനകൾ പ്രകൃതിയിലുണ്ടാക്കുന്ന മാലിന്യങ്ങൾക്ക് പരിഹാരം കാണുന്നതിനൊപ്പം ഭക്ഷ്യയോഗ്യമായ പച്ചക്കറികൾ വിളവെടുക്കാം എന്നതാണ് പേപ്പർ പേനകളുടെ ഉപയോഗം. മേളയിലെ താരങ്ങളിൽ ഒരാളായിരുന്നു കുണ്ടംകുടി GHSSലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി ദേവാനന്ദ. തീപിടുത്തമുണ്ടായാൽ അവിടേക്ക് സ്വയം ചെന്ന് തീയണയ്ക്കാൻ സഹായിക്കുന്ന റോബോട്ടാണ് ഈ മിടുക്കൻ വികസിപ്പിച്ചത്. തീയിൽ നിന്നുണ്ടാകുന്ന ഇൻഫ്രാറെഡ് രശ്മികൾ തിരിച്ചറിഞ്ഞാണ് റോബോട്ട് പ്രവർത്തിക്കുന്നത്. അഗ്നിശമന സേനാംഗങ്ങൾക്ക് ഏറെ പ്രയോജനകരമാകുന്ന ഈ കണ്ടെത്തലിന് വലിയ പ്രോത്സാഹനമാണ് ലഭിച്ചത്. അസാപ്പിലെ പരിശീലനവും സഹായകമായെന്ന് ദേവാനന്ദ പറയുന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പവലിയനിലാണ് ഈ റോബോട്ട് പ്രദർശിപ്പിച്ചത്. തീപിടുത്തമുണ്ടാകുമ്പോൾ സംഭവസ്ഥലത്ത് എത്തിച്ചേരുവാനും രക്ഷാപ്രവർത്തനം നടത്തുവാനും ഏറെ പ്രയാസമുള്ള കാര്യമാണ്. പലപ്പോഴും അപകടമോ ജീവഹാനി വരെയും സംഭവിക്കാറുണ്ട്. രക്ഷാപ്രവർത്തകർക്കും ഗുരുതരമായി പരിക്കേൽക്കുന്ന സംഭവങ്ങളും കുറവല്ല. ഇതിന് ഉത്തമ പ്രതിവിധിയാണ് കാസർഗോഡ് കുണ്ടംകുഴി GHSSലെ 10ാം തരം വിദ്യാർത്ഥി ദേവാനന്ദ് രൂപകൽപ്പന ചെയ്ത ഫയർ എക്സ്റ്റിംഗ്വിഷ് റോബോട്ട്. അഗ്നിശമന സേനാംഗങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് റോബോട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. തീയിൽ നിന്നുണ്ടാകുന്ന ഇൻഫ്രാറെഡ് റേസ് തിരിച്ചറിഞ്ഞാണ് റോബോട്ടിന്റെ പ്രവർത്തനം. ഫയർ ഫൈറ്റേഴ്സിന് റെസ്ക്യൂ ഓപ്പറേഷനിലൂടെ മരണം വരെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെ മറികടക്കാൻ നമുക്ക് ഈ പ്രോജക്റ്റിലൂടെ നമുക്ക് സാധിക്കും. അപ്പോൾ ഇതെങ്ങനെ തീനെ ഡിറ്റക്ട് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ തീയിൽ നിന്ന് ഇൻഫ്രാറെഡ് റേസ് പറഞ്ഞിട്ടുള്ള ഒരു റേസ് വരുന്നുണ്ട്. അത് ഈ ഫ്ലെയിം സെൻസർ എന്താക്കുന്ന വെച്ചാൽ ക്യാപ്ചർ ചെയ്യും. ആ ക്യാപ്ചർ ചെയ്തിട്ട് ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് നമ്മുടെ ആടിനെ ഉള്ളിലേക്ക് വിടും. അപ്പോൾ അത് ഔട്ട്പുട്ട് ആയിട്ടാണ് മറ്റുള്ള സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത്. തന്റെ ആശയത്തിന് അസാപ്പിലെ ട്രെയിനിങ്ങും സഹായകരമായെന്ന് ദേവാനന്ദ് പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയ പവനിലാണ് റോബോട്ടിന്റെ പ്രദർശനം. വിദ്യാഭ്യാസ രംഗത്തെ മാതൃകാ പ്രവർത്തനങ്ങളും എന്റെ കേരളം പ്രദർശന വിപണനമേളയിൽ വിദ്യാഭ്യാസ വകുപ്പ് പങ്കുവെക്കുന്നു. കാർഷിക രംഗത്തെ കാസർഗോഡിന്റെ തനിമ വിളിച്ചോതുന്നതായിരുന്നു പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ സ്റ്റാൾ. ഭൗമസൂചിക പദവി നേടിയ കൈപ്പാട് അരി, അതിൽ നിന്നുള്ള അവൽ, പുട്ടുപൊടി തുടങ്ങിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, രുചിയിൽ കേമനായ പിലിക്കോട് മാമ്പഴങ്ങൾ, വിവിധയിനം തെങ്ങിൽ തൈകൾ എന്നിവയെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. കർഷകർക്ക് സംശയങ്ങൾ ചോദിക്കാനും പുതിയ കൃഷിരീതികൾ മനസ്സിലാക്കാനും ഇവിടെ അവസരമുണ്ടായി. 2014 ഭൗമസൂചിക പദവി നേടിയ പോഷക സമൃദ്ധവും രുചിയേറിയതുമായ കൈപ്പാട് അരിയും അതിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കും ആവശ്യക്കാർ ഏറെയാണ്. വടക്കേ മലബാറിലെ കർഷകരിൽ നിന്ന് നേരിട്ട് നെല്ല് സംഭരിച്ചാണ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത്. കൈപ്പാട് അരി, കൈപ്പാട് അവിൽ, പുട്ടുപൊടി, നൂൽപുട്ട്, പത്തൽപ്പൊടി, അരിയുണ്ട തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട വിപണന വസ്തുക്കൾ. ഫുള്ളി ഓർഗാനിക് രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു അരിയാണ്. ഒട്ടും നമ്മൾ കെമിക്കൽസ് ഒന്നും ചേർക്കുന്നില്ല ഇതിന്റെ കൃഷിയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഹൈലി ഡിമാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇതിന്റെ ഇപ്പോൾ പുട്ടുപൊടി, പത്തരിപ്പൊടി, കൈപ്പാട് അവില്, അങ്ങനെ ഒരുപാട് പ്രൊഡക്ട്സ് ഇവര് ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ വഴി സെയിൽസിന് പോകുന്നുണ്ട്. കൈപ്പാടിലെ 7 വെറൈറ്റീസ്, 7, 1, 2, 3, 4 എന്ന് പറയുന്ന വെറൈറ്റീസ് ആണ് ഈ കൈപ്പാടിന്റെ പേരിൽ ഇറക്കിയേക്കുന്ന വെറൈറ്റീസ്. മാമ്പഴങ്ങളിൽ പിലിക്കോട് 1, 2 ഇനങ്ങൾക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. വലിപ്പത്തിലും രുചിയിലും കേമനായ പിലിക്കോട് വെറൈറ്റി മാമ്പഴങ്ങളിൽ അത്ഭുത സൃഷ്ടിയാണ്. ഒരുപാട് പേര് ചോദിച്ചു വരുന്ന ഒരു മാങ്ങ എന്ന് പറയുന്നത് ഈ പിലിക്കോട് വണ്ട് എന്ന് പറയുന്ന ഈ മാങ്ങയാണ്. ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രം പിലിക്കോട് നിന്ന് റിലീസ് ചെയ്ത ഒരു മാങ്ങയാണിത്. ഇതിന്റെ വലിപ്പം കൊണ്ട് തന്നെയാണ് ഒരുപാട് ആൾക്കാർ ഇത് ചോദിച്ചു വരുന്നത്. ഞങ്ങൾ അതിന്റെ തൈ നമ്മുടെ RARS പിലിക്കോട് നിന്ന് കൊടുക്കുന്നുണ്ട്. നാളികേര കൃഷിയിൽ സംസ്ഥാനത്തിന് മാതൃകാപരമായ സംഭാവനകൾ നൽകിയ സ്ഥാപനമാണ് പിലിക്കോട്ടെ കാർഷിക ഗവേഷണ കേന്ദ്രം.
ഇവിടെ നിന്നും ഉൽപ്പാദിപ്പിച്ച വിവിധ ഇനം തെങ്ങിൻ തൈകൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. 1916 ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് തെങ്ങിന്റെ ഗവേഷണം തുടങ്ങിയത് നമ്മുടെ നീലേശ്വരം, കാസർഗോഡ്, പിലിക്കോട് ഏരിയയിൽ നിന്നാണ്. അതിലെ കാസർഗോഡ് ഏരിയ CPCRIയുടെ കീഴിൽ പിന്നീട് ആവുകയും പിലിക്കോട്, നീലേശ്വരം ഏരിയ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിൽ കൈമാറുകയും ചെയ്ത് അങ്ങനെ അവിടുന്ന് റിലീസ് ചെയ്ത ഒരുപാട് തെങ്ങ് ഇനങ്ങൾ നമുക്കിവിടെ ഉണ്ട്. കേരശ്രീ, കേരസൗഭാഗ്യ, ലക്ഷഗംഗ, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് നമ്മളെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിൽ നമ്മുടെ പിലിക്കോട് RARS റിലീസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. നമ്മൾ കളനിയന്ത്രണം, അത്യുൽപാദന ശേഷിയുള്ള തൈകളുടെ ഉൽപാദനം, വിവിധ കാലാവസ്ഥയ്ക്ക് അനുകൂലമായ നാളികേര കൃഷികൾ, തെങ്ങുകളുടെ രോഗങ്ങൾ നിയന്ത്രണം തുടങ്ങി കൃഷിയിൽ തങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങളും പുത്തൻ കൃഷി മാതൃകയും നേരിട്ട് മനസ്സിലാക്കിയാണ് കർഷകർ ഇവിടെ നിന്നും മടങ്ങുന്നത്. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്. മേളയുടെ പ്രധാന ആകർഷങ്ങളിലൊന്ന് കുടുംബശ്രീ ഒരുക്കിയ കൂറ്റൻ ഫുഡ് കോർട്ടായിരുന്നു. 10,000 ചതുരശ്ര അടിയിൽ ഒരുക്കിയ ഇവിടെ ഒരേ സമയം 200 പേർക്ക് ഭക്ഷണം കഴിക്കാമായിരുന്നു. ദിവസേന ആയിരക്കണക്കിന് പേരാണ് രുചി വൈവിധ്യങ്ങൾ തേടിയെത്തിയത്. മലബാർ ബിരിയാണി, നെയ്പത്തിരി, കരിഞ്ജീരക കോഴി നുറുക്കി വറുത്തത്, പാൽക്കപ്പ ബീഫ്, വിവിധ തരം പായസങ്ങൾ, ജ്യൂസുകൾ, സ്നാക്സ് എന്നിവയെല്ലാം ലഭ്യമായിരുന്നു. 10,000 സ്ക്വയർ ഫീറ്റിൽ ഒരേ സമയം 200ഓളം പേർക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഫുഡ് കോർട്ട് സജ്ജീകരിച്ചിരിക്കുന്നത്. ദിവസേന തന്നെ 2000ഓളം പേരാണ് രുചി വൈവിധ്യങ്ങൾ തേടി ഇവിടെ എത്തുന്നത്. കരിഞ്ജീരക കോഴി നുറുക്കി വറുത്തത് മുതൽ അട്ടപ്പാടിയിലെ വനസുന്ദരി വരെ നിരവധി വിഭവങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. 8 സ്റ്റാളുകളിലായി വിവിധ തരം പായസം, ജ്യൂസുകൾ, മലബാർ സ്നാക്സ്, മലബാർ ബിരിയാണി, ചിക്കൻ സുക്ക, നെയ്പത്തിരി, കരിഞ്ജീരക കോഴി നുറുക്കി വറുത്തത്, പാൽക്കപ്പ ബീഫ്, ചിക്കൻ കറി, ബീഫ് ഉലത്തിയത് എന്നിവയാണ് മറ്റ് വിഭവങ്ങൾ. ഫുഡ് കോർട്ടിനൊപ്പം കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വിപണന മേളയും ഒരുക്കിയിട്ടുണ്ട്. ഗുണമേന്മയേറിയ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. എന്നാൽ താരമായത് അട്ടപ്പാടിയിലെ ആദിവാസി ഊരുകളിൽ നിന്നുള്ള കുടുംബശ്രീ അംഗങ്ങൾ തയ്യാറാക്കിയ വനസുന്ദരി ചിക്കനായിരുന്നു. പച്ച കുരുമുളകും കാന്താരിയും മറ്റ് പച്ചില കൂട്ടുകളും ചേർത്ത് കല്ലിൽ പൊള്ളിച്ചെടുത്ത ഈ വിഭവം ആരോഗ്യത്തിന് രുചിക്കും ഒരുപോലെ പേരുകേട്ടതാണ്. പച്ചക്കുരുമുളകും കാന്താരിയും മല്ലിയും പുതിനയും കാട്ടുചീരകവും ചില പച്ചിലകളും ചേർത്തരച്ച കൂട്ടിലേക്ക് വേവിച്ച ചിക്കൻ ചേർത്ത് കല്ലിൽ വെച്ച് പൊള്ളിച്ച് ചതച്ചെടുത്താൽ വനസുന്ദരി തയ്യാർ. കുടുംബശ്രീയുടെ വൻ ഹിറ്റായ വനസുന്ദരി ഇത്തവണയും മേളയെ കീഴടക്കിയിരിക്കുകയാണ്. അട്ടപ്പാടി ആദിവാസി ഊരിലെ കുടുംബശ്രീ അംഗങ്ങളാണ് വനസുന്ദരി ചിക്കൻ തയ്യാറാക്കുന്നത്. രുചിക്കൊപ്പം ആരോഗ്യപ്രദമായ വനസുന്ദരി ചിക്കന് മികച്ച വിൽപ്പനയാണ് ലഭിച്ചതെന്നും കുടുംബശ്രീ പ്രവർത്തകർ പറഞ്ഞു. നമ്മൾ കാട്ടിൽ നിന്ന് ശേഖരിക്കുന്ന ആയുർവേദത്തിന്റെ കൂട്ടുകളായിട്ടാണ് നമ്മൾ ഈ ഒരു മസാല കൂട്ട് റെഡിയാക്കണേ. പച്ചക്കുരുമുളക്, കാന്താരി, മല്ലി, പുതിന ഇതൊക്കെ ചപ്പായിട്ടാണ് നമ്മൾ എടുക്കണേ. കടയിലത്തെ പൊടിയൊന്നും യൂസ് അല്ല. അത് കാരണം ഹെൽത്തി ഫുഡാണ്, ആർക്കും കഴിക്കാം. വനസുന്ദരി ചിക്കനൊപ്പം ദോശയും സാലഡും ചേർത്താണ് വിഭവം വിളമ്പുന്നത്. ഇതിൽ സ്നേഹത്തിന്റെ അംശവും കാടിന്റെ നന്മയും സമന്വയിക്കുമ്പോൾ വനസുന്ദരി കൂടുതൽ രുചികരമാകുന്നു. ഫുഡ് കോർട്ടുകൾക്കൊപ്പം കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുടെ വിപണന മേളയും അതിക്രമങ്ങൾക്കിരയാവുന്നവർക്ക് താങ്ങും തണലുമാകുന്ന സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കും ഉണ്ടായിരുന്നു. അതിക്രമങ്ങൾക്കിരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും തണലും കരുതലുമേകുന്ന കുടുംബശ്രീയുടെ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന്റെ സേവനവും ഫുഡ് കോർട്ടിലെ കൗണ്ടറിന് സമീപത്തായി ഒരുക്കിയിട്ടുണ്ട്. പകൽ സമയത്തെ പ്രദർശനങ്ങളും സേവനങ്ങളും കൂടാതെ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ പ്രമുഖ കലാകാരന്മാർ അണിനിരുന്ന സാംസ്കാരിക പരിപാടികളും മേളയ്ക്ക് മിഴിവേകി. ഗാനമേളകളും നൃത്തരൂപങ്ങളും മറ്റ് ദൃശ്യവിരുന്നുകളും കാണാൻ വലിയ ജനക്കൂട്ടമാണ് ഓരോ ദിവസവും എത്തിച്ചേർന്നത്. കുട്ടികൾക്കായി കിഡ്സ് സോൺ, മൃഗസ്നേഹികൾക്കായി പെറ്റ് ഷോ, നൂതന സാങ്കേതിക വിദ്യയുടെ അനുഭവങ്ങൾ പകർന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, വെർച്വൽ റിയാലിറ്റി എന്നിവയും മേളയുടെ ഭാഗമായി ഒരുക്കിയിരുന്നു. 21-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത മേളയിൽ കഴിഞ്ഞ 7 ദിവസങ്ങളായി 10,000-കണക്കിന് പേരാണ് എത്തിച്ചേർന്നത്. കാലിക്കടവിലേക്ക് ഒഴുകിയെത്തിയ ജനപ്രവാഹം സർക്കാരിന്റെ വരും കാല പ്രവർത്തനങ്ങൾക്ക് കരുത്താകുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു. അണമുറിയാത്ത ജനപ്രവാഹമായിരുന്നു ഈ പരിപാടിയിൽ പങ്കാളികളാകാൻ എത്തിച്ചേർന്നത് എന്നത് സംഘാടക മികവിൻ്റെ
ജനങ്ങൾക്ക് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ അറിയാനുമുള്ള കൗതുകത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പോയ വർഷങ്ങളിൽ നമ്മുടെ സംസ്ഥാനം കൈവരിച്ച അഭൂതപൂർവമായ വികസന നേട്ടങ്ങൾ നേരിൽ കണ്ട് ബോധ്യപ്പെടാനാണ് ജനങ്ങൾ ഇവിടെ എത്തിയത്. മേളയിലെ മികച്ച തീം സ്റ്റാൾ, മികച്ച സർവീസ് സ്റ്റാൾ, മികച്ച കൊമേഴ്ഷ്യൽ സ്റ്റാൾ, മികച്ച പവലിയൻ എന്നിവയ്ക്കുള്ള പുരസ്കാര വിതരണം, മേളയുടെ ഭാഗമായി വിവിധ വിഭാഗക്കാർക്കായി സംഘടിപ്പിച്ച ക്വിസ് മത്സരം, റീൽസ് മത്സരം, ജനപ്രതിനിധികൾക്കും മാധ്യമ പ്രവർത്തകർക്കും നടത്തിയ ഫുട്ബോൾ മത്സരം, ഷോപ്പുകൾക്ക് നടത്തിയ അലങ്കാര മത്സരം തുടങ്ങിയവയുടെ വിജയികൾക്കുള്ള സമ്മാനം വിതരണം ചെയ്തു. വിവിധ വകുപ്പുകളുടെ സ്റ്റാളുകളും പ്രദർശന വിപണന മേളയും വൈകിട്ട് 5 മുതൽ 10 വരെ നടക്കുന്ന കലാ സാംസ്കാരിക പരിപാടികളും മേളയുടെ മാറ്റുകൂട്ടി. വിവിധ വകുപ്പുകൾ തത്സമയ സേവനങ്ങൾ സ്റ്റാളുകളിൽ നൽകുമ്പോൾ മറ്റു വകുപ്പുകൾ വിവിധ നിർമ്മിതികളുടെയും സേവനങ്ങളുടെയും പ്രദർശനം സാധ്യമാക്കി. വിവിധ തീം പവലിയനുകൾ, വിപണന സ്റ്റാളുകൾ, ഫുഡ് കോർട്ട്, എല്ലാ ദിവസവും നീണ്ടുനിൽക്കുന്ന കലാപരിപാടികൾ, കാർഷിക പ്രദർശനം, പെറ്റ് ഷോ, കിഡ്സ് സോൺ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, വിർച്വൽ റിയാലിറ്റി തുടങ്ങിയവ പുത്തൻ അനുഭവമായി മാറി. വ്യാപാര വിപണന മേളയ്ക്കും മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. 7 രാപ്പകലുകൾ നീണ്ട ആഘോഷങ്ങൾക്ക് ശേഷം ഏപ്രിൽ 27-ന് എന്റെ കേരളം മേളയ്ക്ക് തിരശ്ശീല വീണു. സമാപന സമ്മേളനം ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കാലിക്കടവിലേക്ക് ഒഴുകിയെത്തിയ ജനപ്രവാഹം സർക്കാരിന്റെ തുടർ പ്രവർത്തനങ്ങൾക്കും കരുത്തേകുമെന്ന് അദ്ദേഹം പറഞ്ഞു. മന്ത്രിയുടെ പ്രസംഗം മേളയോടനുബന്ധിച്ച് നടത്തിയ വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും മികച്ച സ്റ്റാളുകൾക്കുള്ള പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. മികച്ച തീം സ്റ്റാൾ, മികച്ച സർവീസ് സ്റ്റാൾ, മികച്ച കൊമേഴ്ഷ്യൽ സ്റ്റാൾ, മികച്ച പവലിയൻ എന്നിവയ്ക്കുള്ള അവാർഡുകൾ നൽകി. ക്വിസ് മത്സരം, റീൽസ് മത്സരം, ജനപ്രതിനിധികൾക്കും മാധ്യമ പ്രവർത്തകർക്കുമായി നടത്തിയ ഫുട്ബോൾ മത്സരം, ഷോപ്പുകൾക്കായുള്ള അലങ്കാര മത്സരം എന്നിവയിലെ വിജയികളും പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. വിജ്ഞാനവും വിനോദവും സേവനങ്ങളും ഒരു കുടക്കീഴിലൊരുക്കിയ എന്റെ കേരളം കാസർഗോഡ് മേള ജില്ലയുടെ ഉത്സവമായി മാറി. സർക്കാരിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനൊപ്പം പങ്കാളിത്ത ജനാധിപത്യത്തിന്റെ ഉത്തമ മാതൃക കൂടിയായി ഈ മേള ചരിത്രത്തിൽ ഇടം നേടുകയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുടരുന്ന എന്റെ കേരളം മേളകൾ കേരളത്തിന്റെ പുരോഗതിയുടെ ആഘോഷം കൂടിയാണ്.